ഒന്നര പതിറ്റാണ്ടോളം ആനിമെ ഇൻഡസ്ട്രി ഏറെക്കുറെ റൂൾ ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമെ സീരീസായ നറൂട്ടോയുടെ മാങ്ക സീരീസ് അവസാനിക്കുന്നത് 2014 അധികം വൈകാണ്ട് തന്നെ 2016 മറ്റൊരു ടോപ്പ് നോച്ച് ആനിമയായ ബ്ലീച്ചും അവസാനിച്ചു. ഇത് ആനിമെ ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ശൂന്യതയാണ് അന്ന് സൃഷ്ടിച്ചത്. ഇനി എന്ത് എന്ന ആനിമെ ആരാധകരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് 2016 ഡീമൺ സ്ലെയർ മാങ്ക സീരീസ് ആരംഭിക്കുന്നത്. 2019 2020 ബെസ്റ്റ് സെല്ലിംഗ് മാങ്ക സീരീസ് എന്ന നേട്ടം കരസ്ഥമാക്കുക. ഒരു ആനിമയുടെ സീക്വൽ ഫിലിമായിരുന്നിട്ട് കൂടി 2020 ഹയസ്റ്റ് ഗ്രോസിംഗ് ആനിമെ ഫിലിമായി മാറുക, ഈവൻ സർപാസിംഗ് സ്പിരിറ്റഡ് അവേ. 2021 കൂടി 150 മില്യൺ കോപ്പീസ് വിറ്റഴിച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് മാങ്ക സീരീസ് ഓഫ് ഓൾ ടൈം ആയി മാറുക. ഒരേ സമയം അംഗീകാരങ്ങളും വിമർശനങ്ങളും നേരിട്ട് കോടികൾ വാരിക്കൂട്ടിയ ആനിമെ, അതാണ് ഡീമൺ സ്ലെയർ. ഡീമൺ സ്ലെയർ എന്ന ആനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണിത്. വിമർശിക്കേണ്ടവർക്ക് എത്ര വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ ഒരു ആനിമെ ഇത്രമാത്രം പോപ്പുലർ ആകണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഇറ്റ് ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് ഡീസൻറ്റ്. വിമർശനങ്ങളൊക്കെ മാറ്റി നിർത്തി നിഷ്പക്ഷമായി ഈ ആനിമെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാകും. ഡെത്ത് നോട്ടിലുള്ളതുപോലെയോ അറ്റാക്ക് ഓൺ ടൈറ്റനിലുള്ളതുപോലെയോ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അൺകമ്പയറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനൊന്നും ഈ കഥയിലില്ല. പക്ഷേ ഇതിലുള്ളത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പറ്റം നല്ല ക്യാരക്ടേഴ്സും കാഴ്ചക്കാർക്ക് പ്രായഭേദമന്യേ മനസ്സിലാക്കാൻ സാധിക്കുന്ന കണ്ടുപരിചയമുള്ള കഥയും മനോഹരമായിട്ടുള്ള ക്യാരക്ടർ ഡിസൈൻസുമൊക്കെയാണ്. ഇതുപോലെ തന്നെ അസാധ്യമായിട്ടുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫിയും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതിലുള്ള പെർഫെക്ഷനും ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി എന്തുകൊണ്ടാണ് ഈ ആനിമയ്ക്ക് ഇത്രമാത്രം സ്വീകാര്യതയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പലപ്പോഴും മാങ്ക സീരീസിന്റെ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യാൻ ആനിമെ അഡാപ്റ്റേഷൻസ് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡീമൺ സ്ലെയറിന്റെ കാര്യത്തിൽ അത് നേരെ തലതിരിച്ചാണ്. ഇറ്റ്സ് ആനിമെ അഡാപ്റ്റേഷൻ വാസ് ജസ്റ്റ് സോ ഡാം ഗുഡ്. 3 വർഷം കൊണ്ട് 3.5 മില്യൺ കോപ്പീസ് വിറ്റഴിച്ചെടുത്ത് നിന്ന് വെറും 2 മാസം കൊണ്ട് 12 മില്യണാക്കി സെയിൽസിനെ മാറ്റിയെടുക്കാൻ ഡീമൺ സ്ലെയറിന്റെ ആനിമെ അഡാപ്റ്റേഷന് സാധിച്ചു. ഡീമൺ സ്ലെയറിന്റെ ആനിമെ അഡാപ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് യുഫോറബിൾ എന്ന പ്രൊഡക്ഷൻ ഹൗസാണ്. നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലെവലിലേക്ക് ആനിമേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ച് കാണിച്ചു തന്ന ഈ സ്റ്റുഡിയോയ്ക്ക് പിൻകാലത്ത് ലഭിച്ച പേരാണ് അൺലിമിറ്റഡ് ബഡ്ജറ്റ് വർക്ക്സ്. തൻ്റെ ആദ്യത്തെ 4 കഥകളും പബ്ലിഷേഴ്സ് റിജക്റ്റ് ചെയ്ത ഒരു കഥാകൃത്തിൻ്റെ അവസാന ശ്രമമായിരുന്നു ഡീമൺ സ്ലെയർ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കഥ, സ്റ്റീരിയോടിപ്പിക്കലായ ലുക്സ് ഉള്ള കുറേ ക്യാരക്ടേഴ്സ്, കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട്. ബട്ട് സ്റ്റിൽ വൈ ആൻഡ് ഹൗ ദിസ് ആനിമെ ബിക്കേം വൺ ഓഫ് ദ ബെസ്റ്റ്. കഥാകൃത്തായ ഗോറോ ഡീമൺ സ്ലെയറിന് ഒരു അടിത്തറയാണ് പണിത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് മുകളിൽ ഒരു മണിമാളിക തന്നെ ഉണ്ടാക്കിയെടുത്തത് യുഫോറബിൾ എന്ന പ്രൊഡക്ഷൻ ഹൗസാണ്. വളരെ ഫ്ലൂയിഡായിട്ടുള്ള ഡ്രോയിങ്സ് കൊണ്ടും വോയിസ് ആക്ടേഴ്സിൻ്റെ പെർഫെക്ഷൻ കൊണ്ടും അസാധ്യമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് കൊണ്ടും യുഫോറബിൾ യഥാർത്ഥത്തിൽ ഡീമൺ സ്ലെയറിൻ്റെ തലവര തന്നെയാണ് അന്ന് മാറ്റിമറിച്ചത്. ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫി, വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, സ്പെഷ്യൽ എഫക്ട്സ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമേഷൻ, ഇതൊക്കെ യുഫോറബിൾ വളരെ ഗംഭീരമായിട്ട് ഡീമൺ സ്ലെയറിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് മാത്രമല്ല ഈ ആനിമയുടെ വിജയത്തിന് കാരണം, അതിൻ്റെ പിന്നിൽ മറ്റു പല ഫാക്ടേഴ്സുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫാക്ടറാണ് ഈ ആനിമെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസ്. വയലൻസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ചെറിയ കുട്ടികളടക്കം ഈ ആനിമെ കാണാനും ആസ്വദിക്കാനും തയ്യാറായി. സൗഹൃദത്തിനും തിന്മയ്ക്കുമേലുള്ള നന്മയുടെ വിജയത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഈ കഥ ഏറ്റെടുക്കാനും റിലേറ്റ് ചെയ്യാനും പിന്നീട് ഏറെക്കുറെ എല്ലാ പ്രായക്കാർക്കും കഴിഞ്ഞു. ജെൻസി അടക്കമുള്ള ഒരു ജനറേഷൻ ഡീമൺ സ്ലെയറിനെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരിക്കലും ഈ ആനിമയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി പോലും വന്നിട്ടില്ല. ഡീമൺ സ്ലെയർ എന്ന ആനിമയുടെ വിജയത്തിന് പിന്നിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈ ആനിമെ പുറത്തിറങ്ങിയൊരു സമയമാണ്. കോവിഡ് മഹാമാരിയുടെ ഇടയിൽ വീട്ടിൽ പെട്ടുപോയ ഒത്തിരിയധികം മനുഷ്യരുടെ ഇടയിലേക്കാണ് ഈ ആനിമെ പുറത്തിറങ്ങുന്നത്. അന്നുവരെ വളരെ റെയറായിട്ട് ആനിമെ കണ്ടിരുന്നവർ വരെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഡീമൺ സ്ലെയർ കണ്ടു തുടങ്ങി. സീസണൽ ആനിമെ ആരാധകരും സ്ഥിരമായ ആനിമെ കാണുന്നവരുമൊക്കെ ഡീമൺ സ്ലെയറിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ആനിമെ അതുവരെ കണ്ടിട്ടില്ലാത്തവർ വരെ ഡീമൺ സ്ലെയറിനെ കുറിച്ച് അറിഞ്ഞു. കോവിഡിൻ്റെ പീക്ക് ടൈമിൽ പുറത്തിറങ്ങിയ മുഗൻ ട്രെയിൻ എന്ന സിനിമ പൊളിച്ചടക്കിയ ബോക്സ് ഓഫീസ് റെക്കോർഡ്സിന് കൈയും കണക്കുമില്ല. ക്രിസ്റ്റഫർ നോളന്റെ ടെനറ്റ് എന്ന സിനിമ വരെ ഡീമൺ സ്ലെയർ എന്ന കൊച്ചു ആനിമെ മൂവിയുടെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നത് നമ്മൾ കണ്ടു. ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ്, ഡീമൺ സ്ലെയർ എന്ന ആനിമയ്ക്ക് മറ്റു പല ആനിമേഷനും നേടിയെടുക്കാൻ കഴിയാണ്ട് പോയ പലതും നേടിയെടുക്കാൻ സാധിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഹെയറിങ് ഇറ്റ്, ലെറ്റ്സ് അപ്രീഷിയേറ്റ് വാട്ട് ഇറ്റ് ബ്രോട്ട് ടു ദി ഇൻഡസ്ട്രി. ഈ ആനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്.